തൊടേണമേ. ആരാധനയേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞ് ആഴമേറിയ ബോധ്യങ്ങൾ നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകളും ബോധ്യങ്ങളെല്ലാം വിട്ടുപോയി നേരായ ചിന്തകളും നേരായ ബോധ്യങ്ങളും നമ്മളിൽ ആഴപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, കരുണയുള്ള ദൈവമേ, അവിടുത്തെ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ചൈതന്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഓ തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആഴമേറിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ തക്ക രീതിയിലുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ആഴമായ ബോധ്യങ്ങൾ വചനത്തിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് ഈ വചന ശുശ്രൂഷ അങ്ങ് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത് കൊരിന്തോസ്യൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുണ്ട്. കൊരിന്തോസ്യൻ്റെ സഭയിലെ ലേഖനത്തിൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 10-13 വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അനേക ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു സംശയമാണത്. കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നൊരു സംശയം ചോദിച്ചു. അവൻ ചോദിച്ചു, അച്ഛാ, എനിക്ക് 2 പ്രലോഭനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 1, മദ്യപിക്കുന്നത് പാപമാണോ? 2, പ്രേമിക്കുന്നത് തെറ്റാണോ? എനിക്ക് പലപ്പോഴും ഈ 2 മേഖലകളിലാണ് എനിക്ക് പ്രലോഭനം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അവനോട് ചിലർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ, നീ മദ്യപിച്ചാൽ അത് നിന്നെ കീഴടക്കും, അത് പാപമാണ്, നിന്നെ അശുദ്ധിയിലേക്കും നാശത്തിലേക്ക് അത് നയിക്കുമെന്ന് പലപ്പോഴും പലരും പറഞ്ഞത് അവനൊരു ബോധ്യമായിട്ടുള്ളിലുണ്ട്. എങ്കിലും ഒരു പ്രലോഭനം ചിലപ്പോൾ ചില ആൾക്കാർ പ്രലോഭിപ്പിക്കും, ആടാ ഒന്ന് ടേസ്റ്റ് നോക്കാം. 2-മത്തെ ഒരു പ്രലോഭനം, പ്രേമിക്കുന്നത് പാപമാണോ? യുവത്വത്തിൻ്റെ ആ തിളപ്പിൽ അവനൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രേമിക്കണം, അവന് ഒരു പെൺകുട്ടിയെ വേണം. ആ ചിന്തയൊക്കെ പലപ്പോഴും അവനുണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ഉള്ളിൽ ഇതിനുള്ളൊരു തമ്മിലുള്ള ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ അവനോട് പറഞ്ഞു, പ്രലോഭനങ്ങളുണ്ടാവും. ഈശോ പറഞ്ഞു, മത്തായി സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം ഈശോ പറയാണ്: പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ ആർ മൂലം അതുണ്ടാകുന്നുവോ അവന് ദുരിതം. പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഈശോ പറയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ലോകത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിന് സംശയമില്ല. നിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിന് സംശയമില്ല. പക്ഷേ ആ പ്രലോഭനത്തെ നീ അതിജീവിക്കണം. അതാണ് സെൻറ്റ് പോൾ പറയണത്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് ഇതുവരെ നേരിട്ടിട്ടില്ല. നിനക്കുണ്ടാകുന്ന സകല പ്രലോഭനങ്ങളും അത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനമാണ്. നിൻ്റെ ജീവിതത്തിൽ മാത്രമുള്ള ഒരു പ്രലോഭനം എന്നല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയണം, ഞാനത് അംഗീകരിക്കണം. ഇന്ന് അനേക ആൾക്കാരുടെ പ്രശ്നം എന്താ? പ്രലോഭിപ്പിച്ചു, ഞാൻ പാപത്തിലേക്ക് വീണുപോയി. പ്രലോഭനം ഉണ്ടായി, പാപം ചെയ്യണമെന്ന് തോന്നി, ഞാൻ അങ്ങോട്ട് വീണുപോയി. എനിക്ക് മാത്രമാണ് ഇത്രയ്ക്ക് പ്രലോഭനമുള്ളൂ, വേറെ ആർക്കും പ്രലോഭനമൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പാപത്തെ ന്യായീകരിക്കരുത്. വചനം പറയുകയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്ക് ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. നമ്മളത് തിരിച്ചറിയണം, നമ്മളത് അംഗീകരിക്കണം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും എനിക്കുണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം സെൻറ്റ് പോൾ പറഞ്ഞ, ദൈവം വിശ്വസ്തനാണ്.
ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം പറയുന്ന വാക്ക് അവിടുന്ന് പാലിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവം വിശ്വസ്തനായതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുത്തെ വാക്കിൽ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളോ പാഴ്വാക്കോ അവിടുന്ന് പറയാത്തത് കൊണ്ട് നീ തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും ദൈവം നൽകും. യാക്കോബിന്റെ ലേഖനം നമുക്ക് എടുക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അനേകരുടെ ഒരു സംശയത്തിന് ഒരു ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നൽകുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. നോക്കിയേ, പരീക്ഷ നമുക്കുണ്ടാകുമ്പോൾ നീ പറയരുത് ഞാൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത്. അല്ല, ദൈവം നിന്നെ പരീക്ഷിക്കുന്നില്ല. ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ടാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 1:13 പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് പരീക്ഷ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ പ്രലോഭനം അതിശക്തമായിട്ട് നമ്മളെ കീഴടക്കാൻ പരിശ്രമിക്കുന്നത്? അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അപ്പോൾ സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ പാപത്തിലേക്ക് വീഴുന്ന കാര്യം എൻ്റെ ദുർമോഹമാണ്. അതാണ് അടുത്ത വചനം. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. തിരിച്ചറിയണം. അതുകൊണ്ട് ദുർമോഹമാണ്, എൻ്റെ ദുർമോഹമാണ് എന്നെ ഇതുപോലെ പാപത്തിലേക്ക് ആനയിക്കണം. അല്ലാണ്ട് ദൈവം എന്നെ പ്രലോഭിപ്പിച്ച് ദൈവം എന്നെ വീഴ്ത്തിക്കളയുന്ന അല്ല. നമ്മൾ തിരിച്ചറിയണം അത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ അവൻ വന്ന് ഒരു സന്തോഷകരമായ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞ, അച്ഛാ ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. എൻ്റെ കോളേജിൽ നിന്ന് ഒരിക്കൽ ടൂറ് പോകുന്ന സമയത്ത് വിദേശത്ത് ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, അവൾ പലതരത്തിൽ എന്നെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചു. പല പ്രാവശ്യവും എൻ്റെ അടുത്തേക്ക് വന്നു. പ്രിയപ്പെട്ട അച്ഛാ, അവൻ പറയാം, പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് ശക്തി തന്നതുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഒരു സംശയമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായി, പക്ഷേ എനിക്കതിനെ അതിജീവിക്കാൻ സാധിച്ചു. ഞാൻ നോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം, ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ദുർമോഹം ഉണ്ടാകുമ്പോൾ ആ ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് നമ്മൾ കുടുക്കിലാകുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് പ്രലോഭനത്തിന് അടിമയായിട്ട് പോകുന്നത്. വേറൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു വ്യക്തി ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അദ്ദേഹത്തിനൊരു ദുർമോഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ദുർമോഹം. എന്തോന്നാ, എങ്ങനെയൊക്കെ പൈസ കുറേ സമ്പാദിക്കണം, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ കൈക്കൂലിയെല്ലാം വാങ്ങിച്ച് അവർ കുറേ പൈസ ഉണ്ടാക്കി, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. ദുർമോഹം അത് ഗർഭം ധരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പാപത്തെ പ്രസവിച്ചു. പാപം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ മരണത്തെ ജനിപ്പിച്ചു. എന്നാ പറ്റി? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ പോലീസ് അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, കേസായി, നാണക്കേട് ഒരു വശത്ത്, അതുപോലെ തന്നെ മറുവശത്ത് എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നൊരു ജീവിതം. നോക്കിയേ, ദുർമോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. ദൈവം നമ്മളെ ആരെയും പാപം കൊണ്ട് പരീക്ഷിക്കുന്നില്ല, തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, പരീക്ഷിക്കുന്നുമില്ല. ഇങ്ങനെ നമ്മൾ പാപം ചെയ്ത് ദുർമോഹത്തിൽ അടിമപ്പെട്ട് നമ്മൾ പ്രലോഭനത്തിന് വിധേയപ്പെട്ടു പോയതിനു ശേഷം ദൈവമാണ് എന്നെ ഇതിലേക്ക് ആനയിച്ചെന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് കൊരിന്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് ആവർത്തിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്, നീയാണ് അവിശ്വസ്തത കാണിച്ചത്. നിന്റെ ദുർമോഹമാണ് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചത്. അതുകൊണ്ട് അതിനെ ഓർത്ത് നീ അനുദപിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തൊരു വചനം പൗലോസ് പറയുന്നത് വളരെ മനോഹരമാണ്. 1 കൊരിന്തോസിൻ്റെ 10:13 തന്നെ പറയുന്ന ഒരു വചനമാണ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാതെ. വചനം ഇപ്രകാരമാണ് പറയണത്: നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ശക്തമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ചില ആൾക്കാരുടെ ഒരു തെറ്റായ ചിന്ത, പിശാച് പല ആൾക്കാരുടെ ഉള്ളിൽ കുത്തിക്കൊടുത്ത ഒരു തെറ്റായ ചിന്ത, ഈ പ്രലോഭനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ വീണു പോവുകയാണല്ലോ, എനിക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റിയല്ല. പിശാച് അനേകരുള്ളിൽ കൊടുക്കുന്ന തെറ്റായ ചിന്തയാണ്, നിനക്ക് ഇങ്ങനെ പ്രലോഭനത്തെ അതിജീവിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ വചനം പറയാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ദൈവം അനുവദിക്കുകയില്ല. സ്വർഗീയ പിതാവിന് അറിയാം നിനക്ക് എന്തുമാത്രം താങ്ങാൻ പറ്റുന്ന, അതിനപ്പുറത്തേക്ക് അവിടുന്ന് അനുവദിക്കുകയില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ആഴമേറിയ ബോധ്യം ഉണ്ടാകണം. ഈ പ്രലോഭനം എൻ്റെ ശക്തിക്ക് അതീതമല്ല, എനിക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റും, ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് അടുത്ത വചനം പറയണത്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ആഴത്തിൽ പതിക്കട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് നൽകും. ഇടയ്ക്കിടയ്ക്ക് വചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയണം, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് നൽകും, എൻ്റെ ദൈവം എനിക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ധ്യാനത്തിലാണ്, ആ ഒരു ധ്യാനത്തിൽ ഒരു ചേട്ടൻ സംബന്ധിച്ചു. ഒരു ബാങ്കിലെ ഒരു ജോലിക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മദ്യപാനികളായ ചീത്ത കൂട്ടുകെട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചില കസിൻസ്, ചില അളിയന്മാരൊക്കെ മദ്യപിക്കും. അപ്പോൾ ആ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയി ഇദ്ദേഹം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയും മോചിപ്പിക്കപ്പെടണം. അങ്ങനെ അദ്ദേഹം വചനം കേട്ടു, കുമ്പസാരിച്ചു, മാനസാന്തരപ്പെട്ടു, പാപത്തിൻ്റെ വഴികൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പലതരം പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും മറ്റ് പല സ്ഥലങ്ങളും നടന്നു. അതിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ പലരും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെങ്കിലും പ്രലോഭിപ്പിച്ചെങ്കിലും അദ്ദേഹം പിടിച്ചു നിന്നു. കാരണം ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റും. നമുക്ക് ഓരോരുത്തർക്കും പറ്റും. പറ്റാത്ത കാര്യം ദൈവം പറഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റും. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, അച്ഛാ, അതിജീവിച്ചത് ഞാൻ കുറച്ച് ത്യാഗം എടുത്തു, ഞാൻ കുറച്ച് ത്യാഗം സഹിച്ചു. ചിലപ്പോൾ ചില കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രലോഭനം. അതുകൊണ്ട് ഞാൻ ചില കല്യാണങ്ങൾക്ക് തലേദിവസം ഞാൻ പോകത്തില്ല. ഞാൻ ആ സമയമാകുമ്പോൾ ശുശ്രൂഷയെ പങ്കെടുക്കും, പ്രാർത്ഥിക്കാൻ തിരിച്ചു പോരും, ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരും. അപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൊക്കെ അകന്നു പോകുന്നതായിട്ട് തോന്നി, പൊക്കോട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു വലിയ അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഈശോ പറഞ്ഞു പ്രലോഭനം ഉണ്ടാകും. പക്ഷേ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. നീ പ്രലോഭന ഹേതുവായിട്ടുണ്ടെങ്കിൽ നിനക്ക് ദുരിതം എന്നാണ് ദൈവം പറഞ്ഞേക്കണത്. അങ്ങനെ പ്രലോഭന ഹേതുവായാൽ അതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആർക്കെങ്കിലും പ്രലോഭന ഹേതുവായിട്ടുണ്ടോ എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. പ്രലോഭനങ്ങൾ ലോകത്തിലുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രലോഭനത്തെ വിജയിച്ചവനാണ് യേശു ക്രിസ്തു. അവൻ്റെ ജീവിതത്തിലുണ്ടായതുപോലത്തെ ഒരു പ്രലോഭനം ഈ ലോകത്തിൽ വേറെ ഒരുത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രലോഭനം അദ്ദേഹത്തിന് അവിടത്തേക്കുണ്ടായി, നമുക്കറിയാം. പക്ഷേ ആ പ്രലോഭനത്തെ കർത്താവ് തോൽപ്പിച്ചു. മരുഭൂമിയിൽ അവിടത്തേക്ക് 3 തരത്തിലുള്ള പ്രലോഭനം ഉണ്ടായി. പക്ഷേ ആ പ്രലോഭനങ്ങളെ കർത്താവ് ശക്തമായിട്ട് തോൽപ്പിക്കുകയാണ്. കല്ലിനെ അപ്പമാകാൻ പറയുന്ന ഒരു പ്രലോഭനം, ഈസി ഗോയിങ്, എളുപ്പ വഴിയിലൂടെ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. ആ പ്രലോഭനം ഇന്ന് അനേക ആൾക്കാർക്കൊരു പ്രലോഭനം അതാണ്. അവിടെ എവിടെയും കൊണ്ടുപോയി ഇത്ര ലാഭം പൈസ കിട്ടുമെന്ന് പറഞ്ഞ് പൈസ കൊണ്ട് നിക്ഷേപിക്കുക, ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, പണിയെടുക്കാതെ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം തകർന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കല്ലിനി അപ്പമാകാൻ പറയുന്ന പ്രലോഭനം ഇന്നും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ യേശു വചനത്തിൻ്റെ വാളെടുത്ത് അതിനങ്ങോട്ട് വെട്ടി വീഴ്ത്തി. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാക്കിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. പ്രലോഭനകനെ കർത്താവ് വചനം കൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ്. വീണ്ടും പ്രലോഭകൻ കർത്താവിനെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ എല്ലാം കാണിച്ചു കൊടുത്തു, എന്നെ ആരാധിക്കാൻ പറഞ്ഞു. പക്ഷേ യേശു ക്രിസ്തു അതിനെയും വചനം കൊണ്ട് വെട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഉള്ള ആഗ്രഹം, പ്രലോഭനം, അതിനെയും കർത്താവ് അതിജീവിച്ചു. എന്നെ ആരാധിച്ചാൽ നിനക്ക് എല്ലാം തരാം, ലോകത്തിൽ എല്ലാ സുഖങ്ങളും തരാം. ലോകത്തിൻ്റെ സുഖങ്ങൾ കാണിച്ച് പിശാച് പ്രലോഭിപ്പിച്ച്, പക്ഷേ യേശു ക്രിസ്തു അതിനെയും അതിജീവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, യേശു ക്രിസ്തു എല്ലാ പ്രലോഭനങ്ങളും അതിജീവിച്ചെങ്കിൽ ആ യേശു ക്രിസ്തു പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി നമുക്ക് നൽകുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. എനിക്കറിയാം എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ പേരാണ് പല പാപകരമായ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടും
ഒരു പാപത്തിൽ പോലും പെടാതെ വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പല ഭാഗത്തുനിന്നും പ്രലോഭകര് പല രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിക്കാൻ തക്ക അഭിഷേകം അവർക്ക് കർത്താവ് നൽകി. കാരണം ദൈവം വിശ്വസ്തനാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, നമ്മൾ തിരിച്ചറിയണം. പക്ഷേ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഇത്രയും കാലമായിട്ട് എനിക്കുണ്ടായിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യണം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു പ്രലോഭനങ്ങൾ നമുക്കുണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരും എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു പ്രലോഭനം നമുക്ക് ഉണ്ടാവുകയില്ല നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. എത്ര വലിയ പ്രലോഭനം ഉണ്ടായാലും അതെൻ്റെ ശക്തിക്ക് അതീതമല്ല, എനിക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. ഈ ഒരു ബോധ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടേണ്ടത്. അത് എന്ത് പ്രലോഭനം ആകട്ടെ, അതിനെ അതിജീവിക്കാൻ പറ്റും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പ്രലോഭനത്തെ വിജയിച്ചവനാണ് കർത്താവ്. അവിടുന്ന് പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അവിടുന്ന് പഠിപ്പിച്ചു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിലാക്കി നമുക്കും പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൃപ തരും, സംശയമില്ല. അതുകൊണ്ട് വചനത്തിൽ വിശ്വസ്തനായ കർത്താവ് ഈ ഒരു വലിയ കൃപയാഭിഷേകവും ഓരോ മക്കളിലേക്കും ധാരാളം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ അടച്ച് കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാപകരമായ സാഹചര്യത്തിൽപ്പെട്ട് അതിനെ ന്യായീകരിച്ച് ഏതെങ്കിലും വ്യക്തികളുള്ളിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നൽകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എൻ്റെ ശക്തിക്ക് അതീതമായി ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. കാരണം ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള സ്വർഗത്തിൻ്റെ ശക്തിയും അഭിഷേകവും പ്രലോഭനത്തെ ജയിച്ച യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകും. ഒരിക്കൽ കൂടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, നിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ ഈ മക്കളുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകൾ വിട്ടുപോകട്ടെ. ഞാൻ ഈ പാപത്തിൽ മുഴുകിയേ ജീവിക്കത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, എന്തൊരു ശക്തമായ പ്രലോഭനമാണ്, എനിക്കതിനെ അതിജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും ഈ മക്കളുടെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള വലിയ തിരിച്ചറിവ് ഓരോ മകനും മകൾക്കും ശക്തമായിട്ട് ആഴപ്പെടട്ടെ. എത്ര വലിയ പ്രലോഭനമാണെങ്കിലും അതിനെ അതിജീവിച്ചവനാണ് യേശുക്രിസ്തു. അവനാണ് വിശ്വസ്തൻ. അവൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകുകയില്ല, ഉണ്ടായാൽ തന്നെ അതിജീവിക്കാൻ ശക്തി അവിടുന്ന് നൽകും. ഈ ഒരു തിരിച്ചറിവ് എല്ലാ മക്കളിലേക്കും ഉണ്ടാകട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള സ്വർഗത്തിൻ്റെ ശക്തി ഓരോ മക്കളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. Praise the Lord. നമ്മളെ തൊടുന്ന കർത്താവ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇത്. നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കാം. എൻ്റെ ശക്തിക്ക് അതീതമാണ് ഈ പ്രലോഭനം, എനിക്ക് പറ്റത്തില്ല, വിശുദ്ധമായി ജീവിക്കാൻ പറ്റുകയില്ല, ഞാൻ വീണ്ടും വീണ്ടും വീണു പോകത്തേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ കഴിയുന്ന എല്ലാ മക്കളും ഈ നിമിഷങ്ങളിൽ അനുദപിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരത്തിൽ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കോരിയിട്ടിട്ടുള്ള സകല തെറ്റായ ചിന്തകളും വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തെറ്റായ ചിന്തകൾ എല്ലാ മക്കളുടെ ഉള്ളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. തെറ്റായ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളുടെ മനസ്സിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. പ്രലോഭനങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ്, എനിക്കതിനെ അതിജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ രക്തത്താൽ അഴിഞ്ഞു വീഴട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനാണ്. അവിടുത്തെ വാക്കുകളിൽ അവിടെ നിന്ന് വെള്ളം ചേർത്തിട്ടില്ല.
അവിടുന്ന് പറഞ്ഞ വാക്കുകൾ എന്നും നിലനിൽക്കുമെന്ന കാര്യത്തിന് സംശയമില്ല. അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുന്ന് പറയുന്നു, നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഒരിക്കലും നിനക്കുണ്ടാവുകയില്ല. നിന്റെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഒരിക്കലും നിനക്കുണ്ടാവുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി നിന്റെ ദൈവം നിനക്ക് നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ മദ്യപിക്കാനുള്ള പ്രലോഭനമായിരിക്കാം, ജഡിക പാപങ്ങൾക്കുള്ള പ്രലോഭനമായിരിക്കാം, അശുദ്ധമായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള പ്രലോഭനമായിരിക്കാം. അതിനെല്ലാം അതിജീവിക്കാൻ നിനക്ക് പറ്റുമെന്ന് തന്നെയാണ് ബൈബിൾ നിന്നെ പഠിപ്പിക്കുന്നത്. എത്രയോ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട് വിശുദ്ധരായിട്ട്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ കുറവുകൾ കാണുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ യേശു നിന്നെ സ്പർശിക്കുമോ? നിന്റെ ഉള്ളിലൊരു ആഴമായ ബോധ്യം ഉണ്ടാകട്ടെ. എനിക്ക് പ്രലോഭനത്തെ അതിജീവിച്ച് വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു നല്ല ജീവിതം നയിച്ച് എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റും. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ തക്ക രീതിയിൽ പ്രലോഭനത്തെ അതിജീവിച്ച് യേശു ക്രിസ്തു എന്നെ ബലപ്പെടുത്തും. ഈ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവരെല്ലാ പ്രലോഭനങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിമിഷമാണ്. കെട്ടുകൾ അഴിയുന്ന നിമിഷമാണ്. ബോധ്യങ്ങൾ ആഴപ്പെടുന്ന നിമിഷമാണ്. മനസ്സ് തുറന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളുടെ ഉള്ളിലുള്ള എല്ലാ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ പൊട്ടിത്തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തിയിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി നിൻ്റെ മക്കൾക്ക് നീ നൽകുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ബന്ധനങ്ങളെ പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും അഭിഷേകവും മക്കളിലേക്ക് നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് അന്നമ്മ. ഞാൻ നിലമ്പൂർ ചുള്ളിയോട് ഇടവകാണ്. എൻ്റെ മരുമകൾക്ക് ഷുഗറായിരുന്നു. ഷുഗർ തുടങ്ങി 5-6 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. ആദ്യം ഗർഭിണിയായി 2 മാസമായപ്പം ഷുഗർ കുറഞ്ഞു പോയി. 14ആയി. ഉടനെ ആശുപത്രി കൊണ്ടുപോയി ചെയ്തപ്പം 14ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം പിന്നെയും കുറഞ്ഞു. അതിൽ 60ആയി. അങ്ങനെ അന്നേരം ഉടനെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു, എടുത്ത് കുട്ടീനെ കളയണം, തള്ളേനെയും കുട്ടീനെയും കിട്ടിയാല എന്തെങ്കിലും രോഗമാകും എന്നെല്ലാം പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ പിന്നെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് ഏറ്റു പറഞ്ഞു. അപ്പോഴും എൻ്റെ മകൻ പറഞ്ഞു, ഇല്ല അമ്മ മന്ദബുദ്ധിയായാൽ നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ആ കുഞ്ഞിനെ കിട്ടിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ലാതെ ഒരു പെൺകുഞ്ഞിനെ കിട്ടി. ദൈവത്തിന് നന്ദി, സ്തോത്രം. അത് കഴിഞ്ഞ് എൻ്റെ കാല് സുഖമില്ലാതെ 3 മാസമായി. കാല് വെള്ളം കെട്ടും, മുട്ട് വഴങ്ങിയല്ലാഞ്ഞ് ഞാൻ ഇന്ന് 3 മാസമായിട്ട് എൻ്റെ മുട്ടിന് വഴങ്ങിയല്ലാതെ വടി പോലെ നിൽക്കുകയായിരുന്നു. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ മുട്ടൊന്ന് വഴങ്ങി കിട്ടണമെന്ന്. ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വന്ന് മാതാവിൻ്റെ അരി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മുട്ടുകുത്തുകയും എൻ്റെ കാലിൻ്റെ രോഗങ്ങൾ മാറുകയും ചെയ്തു. ഒരുപാട് രോഗസൗഖ്യം തന്ന് ദൈവത്തെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.